പ്രിന്റു ചർച്ചയിൽ ആദ്യഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ പോലും നോക്കൂ, പണി പൂർത്തീകരിക്കാത്ത ക്ഷേത്രത്തിൽ ശങ്കരാചാര്യന്മാരുടെയൊക്കെയും നിർദ്ദേശം മറികടന്നുകൊണ്ട് തിരക്കിട്ട പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിലൂടെ 2024 വഴി എളുപ്പമാകും BJPക്ക് എന്നാണോ കണക്കുകൂട്ടൽ? ചർച്ചയുടെ ആദ്യഘട്ടത്തിലെ ചില സംഭവങ്ങൾ എനിക്ക് എന്താണെന്ന് വ്യക്തമായില്ലെങ്കിലും എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി എന്ന രീതിയിൽ ഞാനൊരു കാര്യം പറയാം. പണി പൂർത്തീകരിക്കാത്ത ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഇന്ന് പൊതുസമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നൊരു സമീപനം മാധ്യമപ്രവർത്തകരും ചില ആളുകളും ചെയ്യുന്നുണ്ട്. ഒന്ന്, ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരു പണി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം നടക്കേണ്ട ഒരു ചടങ്ങല്ല. അതിന് ചില ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഗർഭഗൃഹം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പ്രാണപ്രതിഷ്ഠ നടത്താം എന്നതാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം ഉള്ളൊരു കാര്യം. സ്വാഭാവികമായിട്ട് ക്ഷമിക്കണം, ഇപ്പോൾ താങ്കൾ പറയുന്നു ചില മാധ്യമങ്ങളും മറ്റു ചില ആളുകളും ഇത്തരത്തിൽ പ്രചാരണങ്ങൾ നടത്തുന്നു, തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന്. അങ്ങനെയെങ്കിൽ ഈ മാധ്യമങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചത് ശങ്കരാചാര്യ മഠാധിപന്മാരാണ്. 4 മഠാധിപന്മാർ അവരാണ് പറയുന്നത് പ്രാണപ്രതിഷ്ഠ നടത്തുന്ന തരത്തിലല്ല ഇപ്പോൾ ആ ക്ഷേത്രമുള്ളത് എന്ന്. ഒരു മിനിറ്റ് കേൾക്കൂ. പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്നത് അതേ ശങ്കരാചാര്യ മഠാധിപന്മാരാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ അവരെയൊക്കെ നിങ്ങൾ തള്ളിപ്പറയേണ്ടി വരും. ഏറ്റവും ഒടുവിൽ ഈ രാംലീല വിഗ്രഹത്തിന്റെ കാര്യത്തിൽ പോലും അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ എങ്ങനെയിരിക്കലും ആ രാംലീല വിഗ്രഹത്തിന്റെ കാര്യത്തിൽ പോലും വ്യത്യസ്ത അഭിപ്രായം ഉയർത്തുന്ന ഹൈന്ദവ വിഭാഗത്തിൽ നിങ്ങൾ ഈ പറയുന്ന തരത്തിൽ കാണുന്ന ആളുകളുണ്ട്. അങ്ങനെയെങ്കിൽ അവരെയൊക്കെ തിരുത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ ഹിന്ദുമതം എന്ന് പറയുന്നത് ഒരു സെമറ്റിക് മതം പോലെ ഒരു ഇരുമ്പൊലക്കെയല്ല. ശങ്കരാചാര്യന്മാർ വൈദിക പാരമ്പര്യം പുലർത്തുന്നവരാണ്. വൈദിക പാരമ്പര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് അഭിപ്രായം ശങ്കരാചാര്യന്മാർ പറയേണ്ടത്. ഇവിടെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് താന്ത്രിക വിധികളാൽ നിർമ്മിക്കപ്പെടുന്ന ക്ഷേത്രമാണ്. അതിൽ താന്ത്രിക വിധികളിൽ പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആ ക്ഷേത്രം. അതിൽ ഈ ശങ്കരാചാര്യന്മാരുടെ അഭിപ്രായം, നമ്മളിപ്പോൾ ഹിന്ദുമതം ഒരു സനാതനധർമ്മം എല്ലാ മതങ്ങളെയും എല്ലാ വിശ്വാസങ്ങളും ഉൾക്കൊള്ളുന്നതുകൊണ്ട് ശങ്കരാചാര്യന്മാരുടെ അഭിപ്രായത്തെ ഞങ്ങൾ മാനിക്കുന്നു. വൈദിക മേഖലയിലുള്ള ആധികാരിക അഭിപ്രായം മാത്രമാണ് ശങ്കരാചാര്യന്മാർക്കുള്ളൂ. അത് വൈദികരാണ്. ഇവിടെ താന്ത്രിക രീതിയിലാണ് ഈ ക്ഷേത്രം പണിയുന്നത്. താന്ത്രിക ക്രമപ്രകാരമാണ് ക്ഷേത്രം പണിയുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ഈ സമയം ഒരു 12:20 എന്നുള്ള സമയം പോലും നിശ്ചയിക്കപ്പെട്ടുള്ളത് ശകവർഷ കലണ്ടർ പ്രകാരമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രമല്ല. സ്വാഭാവികമായിട്ട് ഈ സമയം പോലും ഈ ദിവസം പോലും അത്രയും ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം ശകവർഷ കലണ്ടറിനെ സംബന്ധിച്ചിടത്തോളം, കാരണം 80 സെക്കൻഡാണ്, നിങ്ങൾ മനസ്സിലാക്കണം, 80 സെക്കൻഡാണ് ഈ പ്രാണപ്രതിഷ്ഠ, ഈ വിഗ്രഹത്തിലേക്ക് പ്രാണ ചൈതന്യത്തെ ആവേശിക്കുന്ന കാര്യത്തിന് ചെയ്യുന്ന 80 സെക്കൻഡാണ്. ആ 80 സെക്കൻഡ് സ്വാഭാവികമായി ഏറ്റവും നല്ല മുഹൂർത്തമാണ്. ആ മുഹൂർത്തം കണക്കാക്കിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം നമുക്കറിയാലോ, അഭിപ്രായം പറയുന്നത് വരെ ക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ ഉപദേശങ്ങളും നിങ്ങൾ സ്വീകരിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യസ്ത അഭിപ്രായം അവർ പറയുന്ന ഘട്ടത്തിൽ മാത്രം അവർ ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അതിനതീതരായിട്ടുള്ള ആളുകളായി മാറുന്നത് എങ്ങനെയാണ് പ്രിന്റു? അല്ല മേഡം, അസിത, സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് താന്ത്രിക വിധിപ്രകാരമുള്ള വിഗ്രഹമാണ് അവിടെ നിർമ്മിക്കപ്പെടുന്നത്. സ്വാഭാവികമായി അതിൽ ആധികാരികമായിട്ട് അഭിപ്രായം പറഞ്ഞത് താന്ത്രികന്മാരാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു രാംലീല വിഗ്രഹം ബാബരി മസ്ജിദ് എന്ന പള്ളിക്കുള്ളിൽ കണ്ടെത്തി എന്ന പേരിലായിരുന്നല്ലോ കേസിന്റെ തന്നെ ആധാരം. ആ പ്രതിഷ്ഠ അവിടെ വരുന്നതിന് വേണ്ടി ആ പ്രതിഷ്ഠയിൽ പൂജ നടത്തണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നല്ലോ ഈ കേസിന്റെ കേസിന്റെ തുടക്കം. ഇപ്പോൾ വന്ന രാംലല്ല, ആ രാംലല്ല അപ്പോൾ ഏതാണ്? നിങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് അവിടെ നിന്നും കുടിയിറക്കി എന്ന് പറയുന്ന രാമൻ അപ്പോൾ എവിടെയാണ്? ആയിരത്തി 428 ഈ മസ്ജിദ് അധിനിവേശ ഈ അമ്പലം രാമക്ഷേത്രം രാമജന്മഭൂമി ഈ അധിനിവേശ ശക്തികൾ തകർക്കുന്നതിന് മുമ്പ് അവിടെ രാമനുണ്ടായിരുന്നു മേഡം. സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, നിങ്ങൾ അയോധ്യയിലൊന്ന് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അയോധ്യയ്ക്ക് ചുറ്റും സരയൂ നദി, നമ്മൾ കഥകളിലൊക്കെ ആയിട്ടുള്ള സരയൂ നദിയുണ്ട്. ആ സരയൂ നദിക്ക് തൊട്ടപ്പുറത്ത് ഹനുമാൻ ഘട്ടുണ്ട്, തൊട്ടപ്പുറത്ത് സീതാ ഘട്ടുണ്ട്, തൊട്ടപ്പുറത്ത് ലക്ഷ്മൺ ഘട്ടുണ്ട്. പിന്നെ എന്താ രാമന് മാത്രം ക്ഷേത്രമില്ലാത്തത്? ഞാനൊരു ചരിത്രബോധമുള്ള ഒരാളെന്ന രീതിയിൽ, ചരിത്രം പഠിക്കുന്ന ആളെന്ന രീതിയിൽ അസിതയോടൊന്ന് ചോദിക്കുകയാണ്. സ്വാഭാവികമായിട്ട് രാമക്ഷേത്രം എവിടെ?
അതൊരു ചോദ്യമല്ലേ? തൊട്ടപ്പുറത്ത് ഹനുമാൻ കെട്ടുണ്ട്, അതും തകർക്കപ്പെട്ടിരുന്നു. സീതാ കെട്ടുണ്ട്, അതും തകർക്കപ്പെട്ടിരുന്നു. ലക്ഷ്മണ കെട്ടുണ്ട്, അതും തകർക്കപ്പെട്ടിരുന്നു. ഇതിൻ്റെ മൂലസ്ഥാനത്തായിരുന്നു ഈ രാമക്ഷേത്രം എന്ന് പറയുന്ന രാമജന്മഭൂമി. പതിറ്റാണ്ടുകളുടെ വിശ്വാസപ്രകാരം ഈ ഭാരതത്തിലെ സനാതനധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രാമൻ ഈ രാജ്യത്തിൻ്റെ ആത്മതത്വമാണ്. നമ്മൾക്ക് ഇനി കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. സ്വാഭാവികമായിട്ട് തയ്യാറായിരിക്കുകയാണ്. കാരണം രാമൻ നേരത്തെ പറഞ്ഞല്ലോ. അല്ല മാഡം, ഞാൻ നിങ്ങളെ ചരിത്രം പറഞ്ഞപ്പോൾ ഞാനതൊരു കാര്യം പറഞ്ഞെന്നുള്ളൂ. ഇപ്പം മതേതര പാരമ്പര്യം പറയുകയാണെങ്കിൽ രാമനോളം മതേതരവാദിയായിട്ടുള്ള ഒരു അവതാര പുരുഷൻ ആരാണുള്ളത്? അഹല്യ മുതൽ ആരാധന പള്ളി മാത്രമല്ല മാഡം, അശ്വതനെ സംബന്ധിച്ചിടത്തോളം ആരാധന 1888 വരെ അവിടെ ഹിന്ദുക്കളും മുസ്ലിംമാരും ഒരേ സമയം അവിടെ ആരാധിച്ചിരുന്നു. 1888 ശേഷമാണ് അവിടെ ആരാധനയ്ക്ക് ബ്രിട്ടീഷുകാർ ഹിന്ദു സമൂഹത്തിന് വിലക്ക് കൽപ്പിച്ചത്. വിലക്ക് കൽപ്പിച്ചെങ്കിലും ആ പള്ളിയുടെ എന്ന് പറയുന്ന ഈ രാമജന്മഭൂമിയുടെ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന കെട്ടിടത്തിൻ്റെ തൊട്ട് മുകളിൽ ഹിന്ദുക്കൾക്ക് ആരാധന ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇത് ചരിത്ര വസ്തുതയാണ്. അല്ലാതെ 1992 ഒരു സുപ്രഭാതത്തിൽ ഈ മസ്ജിദ്, ഈ തർക്കമന്ദിരം ആക്രമിക്കപ്പെട്ടതോ പൊളിക്കപ്പെട്ടതോ അല്ല. ചരിത്രപരമായിട്ടുള്ള വിശകലനങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സ്വാഭാവികമായിട്ട് ഇത് പരമോന്നത നീതിപീഠം ഇതൊക്കെ പരിശോധിച്ചല്ലോ. നമുക്കറിയാലോ, നമ്മുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് 526ഓളം രേഖകളാണ് അലഹബാദ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ആ രേഖകളിൽ 136ഓളം തെളിവുകളാണ് ഈ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് അവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ ആധികാരികമായിട്ട് ഈ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം കൃത്യമായിട്ട് ഒരു വിധി പറഞ്ഞ കേസിനകത്ത് പിന്നെ നമ്മൾ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതില്ല. ഈ രാജ്യത്തിൽ അതേ പരമോന്നത നീതിപീഠമാണ് ശബരിമലയിലെ യുവതീ പ്രവേശനം ശരിവെച്ചത്. അതിനെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ആ വിധിയെ ഉദ്ധരിച്ച് ആ വിധിയെ കോട്ട് ചെയ്ത് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. നോക്കൂ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ നിലയിലായിരുന്നു കാര്യങ്ങളെങ്കിൽ 1949 ഡിസംബർ മധ്യത്തിൽ അഖില ഭാരതീയ രാമായണ മഹാസഭയുടെ നേതൃത്വത്തിൽ ബാബരി പള്ളിയുടെ കിഴക്ക് വശത്ത് ചബൂത്രയ്ക്ക് മുന്നിൽ തുളസീദാസിന്റെ രാമചരിത മാനസത്തിന്റെ 9 ദിവസം നീണ്ട പാരായണം ആരംഭിക്കുന്നതിന് മുൻപ് ഈ രാംലല്ല വിഗ്രഹം എവിടെയായിരുന്നു? അതിനുശേഷമാണല്ലോ അവിടെ നിന്നത് കണ്ടെത്തുന്നത്. അല്ല, വിഗ്രഹം എന്ന് പറയുന്നത്, വിഗ്രഹത്തിൻ്റെ ഒരു താന്ത്രിക വിധി പ്രകാരം വിഗ്രഹം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ആ പ്രദേശത്തുള്ള ദേവന് ചൈതന്യം പകരുന്ന ഒരു വിഗ്രഹമാണ്. അപ്പോൾ അതിനു മുൻപ്, ഈ ദിവസത്തിന് മുൻപ് ഈ വിഗ്രഹം എവിടെയായിരുന്നു? നിർമോഹി അഗാഢകളുടെ കൈകളിലായിരുന്നു ഈ വിഗ്രഹം. നിർമോഹ അഗാഢകളുടെ കൈകളായിരുന്നു. അവരായിരുന്നു ഇതിന്റെ സൂക്ഷിപ്പുകാർ. ഈ വിഗ്രഹത്തിന്റെ സൂക്ഷിപ്പുകാർ അവരായിരുന്നു. അവരുടെ കൈകളിൽ നിന്നാണ് പിന്നീട് സ്വയംഭൂവായി എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അതിനു മുൻപ് ഇതിന് സൂക്ഷിപ്പുകാർ ഉണ്ടാകുന്നത് എങ്ങനെയാണ് സ്വയംഭൂവായ വിഗ്രഹത്തിന്? അങ്ങനെയല്ല. സ്വയംഭൂ എന്നല്ല. സ്വാഭാവികമായി അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ബാലപ്രതിഷ്ഠയുള്ള രാമനായിരുന്നു. തകർക്കപ്പെട്ട വിഗ്രഹത്തിൻ്റെ അവശിഷ്ടങ്ങളെ സ്വന്തം വീടിനകത്ത്, സ്വന്തം ഗൃഹത്തിനകത്ത്, സ്വന്തം സമുദായത്തിനകത്ത് അത് ശേഖരിച്ച് വെച്ചുകൊണ്ട് അത് രാമനെ സ്നേഹിച്ചിരുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വിഗ്രഹം പ്രത്യക്ഷപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ടുള്ള സ്വയംഭൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതിനകത്ത് വിഗ്രഹം പ്രത്യക്ഷപ്പെട്ടാലും പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും രാമൻ എന്ന് പറയുന്നത് സത്യമാണ്. 140 കോടി ജനങ്ങളുടെ ആത്മതത്വമാണ്. ഈ ഭാരതത്തിന്റെ ആത്മതത്വമാണ്. നമ്മൾ ഇതിനകത്ത് പ്രത്യക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും എന്ന് പറയുന്നത് ശരിയാവില്ലല്ലോ പ്രിന്റു മഹാദേവി. പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടാണല്ലോ അവിടെ ക്ഷേത്രം പൊളിച്ചാണ് പള്ളി നിർമ്മിച്ചത് എന്ന വാദത്തിന് അടിത്തറ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സ്വയംഭൂ എന്നായിരുന്നു ഇതുവരെയുള്ള ബലമായ വാദം. ആ സ്വയംഭൂ ആണെങ്കിൽ ആ സ്വയംഭൂവായ വിഗ്രഹം എങ്ങനെ ഉണ്ടായി എന്ന് പറയണമല്ലോ. സ്വയംഭൂവായ വിഗ്രഹത്തിന് എന്തിനാണ് അതിനു മുൻപ് സൂക്ഷിപ്പുകാർ ഉണ്ടാകുന്നത്? അത് അന്ന് യു പി ഭരിച്ചിരുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി പന്ത്, അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, അവരോട് ചോദിക്കണം മേഡം എങ്ങനെയാണ് ആ വിഗ്രഹം അവിടെ വന്നതെന്നുള്ളത്. അറിയാലോ, അന്ന് ഭരിച്ചത് BJP സർക്കാർ ഒന്നുമല്ലല്ലോ അവിടെ ഭരിച്ചിരുന്ന കാര്യം. രാമജന്മഭൂമി സംബന്ധിച്ച് ഒരു വിഗ്രഹത്തിന്റെ വിഷയമല്ല സാർ. രാമൻ ജനിച്ച ഭൂമിയാണ്, രാമന്റെ മണ്ണാണ്, രാമന്റെ ഈ പറഞ്ഞ നാമജപ ഘോഷയാത്ര നടന്ന 9 ദിവസം, അതിന്റെ അവസാന ദിവസം ഈ പള്ളി കുത്തിത്തുറന്ന ദിഗ്വിജയ്നാഥിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കർസേവകർ പള്ളി കുത്തിത്തുറന്ന് ഈ ക്ഷേത്രത്തെ അവിടെ ഈ വിഗ്രഹത്തെ അതിനുള്ളിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുകയായിരുന്നു. അതിനുശേഷം അത് സ്വയംഭൂവാണ് എന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചു. ഇനി ഈ പറഞ്ഞ ദിഗ്വിജയ്
വിജയനാഥ് ആരാണെന്ന് കൂടി പറയുമ്പോൾ അല്പം കൂടി അത് വ്യക്തമാകുമായിരിക്കും. ഇന്ന് UP ഭരിക്കുന്ന ആദിത്യനാഥ്, അന്ന് അയാൾ കർസേവകന്റെ പ്രവർത്തകനായിരുന്നു. ആ ആദിത്യനാഥിന്റെ ഗുരുവിന്റെ ഗുരുവാണ് ഈ കൃത്യത്തിന് നേതൃത്വം നൽകിയ ആൾ. അതിനുശേഷം പള്ളി കുത്തി തുറന്ന് അവിടെ ഒരു വിഗ്രഹം കൊണ്ട് വെച്ച ശേഷം അവിടെ സ്വയംഭൂവായ ഒരു വിഗ്രഹം ഉണ്ടായി എന്നും അതിന്റെ മുകളിൽ പള്ളി പണിഞ്ഞുവെന്നും അത് ഹിന്ദുക്കൾക്കായി വിട്ടു നൽകണമെന്നും അത് രാമന്റെ ജന്മഭൂമിയാണെന്നുമുള്ള ഒരു കഥയങ്ങ് മെനഞ്ഞു. അതല്ലേ സത്യം? ഇനി അതും പോട്ടെ, ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ സിവിൽ കേസായി ആരംഭിച്ച ഒരു കേസായിരുന്നല്ലോ ഇത്, വസ്തു തർക്കത്തെ ചൊല്ലിയുള്ള ഒരു കേസ്. അതെങ്ങനെയാണ് ഇന്ന് താങ്കൾ പറയുന്ന തരത്തിൽ കോടാനുകോടി രാമഭക്തരുടെ ആവേശവും ആവശ്യവും ഒക്കെ പേറുന്ന ഈ വികാരത്തെ തൊട്ടുണർത്തുന്ന സംഭവമായി മാറിയത്? അസിത 1428 ബാബർ വന്ന് രാമജന്മഭൂമി, ബാബറിൻ്റെ സൈന്യാധിപനായിട്ടുള്ള മിർക്കാസി വന്ന് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നിഷ്കാസനം ചെയ്ത കാര്യം നമുക്കറിയാലോ. എന്താണ് അതിന്റെ ആധാരം? ബാബർ വന്ന് ഇങ്ങനെ ഒരു പള്ളി, ബാബർ വന്ന് ഇങ്ങനെ ഒരു ക്ഷേത്രം തകർത്ത് അവിടെ ബാബരി മസ്ജിദ് പണിഞ്ഞു എന്നുള്ളതിന്റെ ചരിത്രരേഖ, ചരിത്രാധാരം എന്താണ്? ബാബറല്ല, ബാബറുടെ സൈന്യാധിപൻ. ശരി 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 ചരിത്ര 1971-ലും 2003-ലും അലഹാബാദ് കോടതി നമ്മുടെ നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. ആ റിപ്പോർട്ടിനകത്ത് 126 പേജുള്ള റിപ്പോർട്ടിനകത്ത് ആധികാരികമായി പറയുന്നുണ്ട് ഈ പള്ളിയുടെ മിനാരങ്ങൾ പണിതിട്ടുള്ളത് 50ഓളം ശിലകളിലാണ്, 50ഓളം കൃഷ്ണശിലകൾ. ഈ പള്ളിയുടെ മിനാരങ്ങളും പള്ളിയുടെ തൂണുകളിലുമൊക്കെ ഹൈന്ദവ വിഭാഗത്തിന്റേതെന്ന് തോന്നുന്ന ചില സാമ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണല്ലോ അതിൽ കണ്ടെത്തിയ പ്രശ്നം. ആ കാലയളവിൽ ഈ ബാബരി മസ്ജിദ് പണിയപ്പെട്ടു എന്ന് പറയുന്ന കാലയളവിൽ ഈ അറബ് വംശത്തിൻ്റെതായ മാത്രമുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശിലാരൂപങ്ങൾ പ്രചാരണത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളത് വെച്ചിട്ടല്ലേ ഇതൊക്കെ പണിയുക? അങ്ങനെയല്ല. നമുക്കറിയാലോ, ഇവിടെ നമുക്കറിയാലോ കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം, കുത്തബ് മിനാറാണ് ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാലോ ഈ ബാബരി മസ്ജിദിനേക്കാൾ മുമ്പ് നിർമ്മാണം നടന്നത് കുത്തബ് മിനാറല്ലേ. ഈ വാസ്തുശില്പ വിധി പ്രകാരം മുഗളന്മാരുടെയും നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒക്കെ ആളുകളുടെ നിർമ്മിതികളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ. പിന്നെ അതുമാത്രമല്ല, ഒന്നാമത്തെ ഒരു കാര്യം, ഇവിടെ നിങ്ങൾ നേരത്തെ KT കുഞ്ഞിക്കണ്ണനാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, അവിടെ 496 വർഷമായിട്ട് അവിടെ നിസ്കാരം നടക്കുന്നുണ്ടല്ലോ സാർ. 1949 ശേഷം അവിടെ നിസ്കാരം നടന്നിട്ടില്ല. നിങ്ങളത് മനസ്സിലാക്കണം. അതിനു മുമ്പ് ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് നിസ്കരിക്കുകയും പ്രാർത്ഥനയും നടന്നിരുന്നു. അവിടുന്ന് ഹിന്ദു വിഭാഗത്തിനെ ആട്ടി ഓടിച്ചപ്പോഴാണ് ഹിന്ദു വിഭാഗം പ്രക്ഷോഭത്തിനിറങ്ങിയത് 1888-ൽ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഹിന്ദുവും മുസൽമാനും ഒരു 15 കിലോമീറ്ററിന് അപ്പുറത്ത് പഴയ സാഹചര്യത്തിൽ പള്ളിയിലും അമ്പലത്തിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഈ ഭാരതത്തിൽ ഉണ്ടാവാൻ പോവുകയാണ്.